CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ കോറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തെന്ന് പ്രതിപക്ഷം. ചെയർമാന്റെ ഓഡിയോ വിവാദത്തിൽ ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDF കൗൺസിലർക്കെതിരെ പ്ലക്കാർഡുമായി ഭരണപക്ഷാംഗങ്ങളും രംഗത്തെത്തി. നീട്ടിക്കാടൻ മല ഒന്നാകെ ഭൂമാഫിയയ്ക്ക് കൈയൊഴിയുന്ന സമീപനമാണ് CPM-ഉം ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാനും സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്. ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും KM ഇസ്ഹാഖ് പറഞ്ഞു. പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ISO അംഗീകാരം. ISO അംഗീകാര പ്രഖ്യാപനം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ കോറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തെന്ന് പ്രതിപക്ഷം. ചെയർമാന്റെ ഓഡിയോ വിവാദത്തിൽ ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDF കൗൺസിലർക്കെതിരെ പ്ലക്കാർഡുമായി ഭരണപക്ഷാംഗങ്ങളും രംഗത്തെത്തി. ചെങ്കൽ കോരി ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയർമാന്റെ വേണമെന്നാണ് പറയുന്നത്. അല്ല, ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ കോറി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്നതായി ആരോപിച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകുമ്പോൾ കേൾക്കാൻ തയ്യാറാവണമെന്ന് ചെയർമാൻ പറഞ്ഞു. ഇതോടെ തർക്കമായി. ഇതിനിടെ UDF കൗൺസിലർ മൊയ്തീൻ കുട്ടിക്കെതിരെ പ്ലക്കാർഡുമായി ഭരണപക്ഷ അംഗങ്ങളും രംഗത്തെത്തി. തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത്. കോറി മാഫിയയുമായി ബന്ധം പുലർത്തിയത് കഴിഞ്ഞ UDF ഭരണസമിതിയാണെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നും ജനങ്ങളോട് പറയാനില്ലാത്ത പ്രതിപക്ഷം UDF കൗൺസിലർക്കെതിരെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനുള്ള സമരാഭാസവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. ഒരു കൗൺസിലർ സാമ്പത്തിക തിരിമറി നടത്തി കുറച്ചൊന്നല്ല, നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വീട്ടിൽ നിരന്തരമായ ആള് വന്ന് അവസാനം വീട് കൂട്ടി കുട്ടികളെ വീടുന്നവർക്ക് എവിടെ അറിയാതെ മുങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. ഇതിന് മുമ്പ് പറയട്ടോ മുങ്ങിയത് നമ്മൾ കൗൺസിൽ ചർച്ച ചെയ്തത് ഇവിടെ വരാറില്ല. ഇതിനു മുമ്പ് കോൺട്രാക്ടറെ വണ്ടി തടുത്ത് കഴിവ് നടത്തിയതിനും ആരോളം പ്രതിയായപ്പെട്ട പേരൊന്നും ആളാണ് പ്രതിപ്പെട്ടിയത്. അപ്പൊ എന്തായാലും ഇത് ഈ കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ അത് മുൻകൂട്ടി കണ്ട് ആണ് ഇന്നത്തെ ഈ സമരാഭാസം. ഈ സമരത്തിലൊക്കെ തന്നെ കൃത്യമായ മറുപടി ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് ഇനിയും പറയും. വികസന പ്രവർത്തനങ്ങൾ ഉന്നയിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നും ചെയർമാൻ ചോദിച്ചു. ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനാണോ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞത്? ഞാൻ പറയുന്ന മറുപടി കേട്ട് പോകുന്നതാണെന്ന് ആകാശത്ത് വെടിവെച്ച് എന്തെങ്കിലും പുകമറ സൃഷ്ടിച്ച് പോകുന്നതിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ എന്ത് മറുപടി പറയുന്നു എന്ന് കേൾക്കാൻ നിൽക്കാതെ ഇത് പലപ്പോഴും ഉള്ളത് കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടടിക്കാൻ നേരത്തിട്ട് ഓടണം അറിയാം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കിണർ നികത്തിയതിൽ ചെയർമാൻ കൂട്ടുനിന്നതായി വെൽഫെയർ പാർട്ടി കൗൺസിലർ അബ്ദുൽ ഗഫൂർ ആരോപിച്ചു. ഭരണസമിതി ചെയർമാൻ കൂട്ടുനിന്നിട്ടുണ്ട്. ആരുടെ ഉത്തരവിലാണ് അല്ലെങ്കിൽ എന്ത് അന്വേഷണമാണ് നഗരസഭാ സെക്രട്ടറി ചെയർമാനും അതുമായി ബന്ധപ്പെട്ട് ആ കിണർ കൂർത്ത ആളുകൾക്കെതിരെ ഇവിടെ നടത്തിയിട്ടുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ടത്.
എന്നാൽ സ്ഥലമുടമ വഴിക്ക് വേണ്ടിയാണ് കിണർ നികത്തിയതെന്നും ഇത് പൊതുകിണറല്ലെന്നും ടൗൺ വികസനത്തിൽ ടൗണിലെ മറ്റ് കിണറുകൾ നികത്തിയപ്പോൾ ഉണ്ടാകാത്ത രോഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും ചെയർമാൻ മറുപടി പറഞ്ഞു. ഇതിൽ വേറെയും കിണറുകൾ കുറെ ഉണ്ടായിരുന്നു. ഈ ടൗണിൽ വേറെയും കുറെ കിണറുകൾ ഉണ്ടായിരുന്നു. അതിൽ പലതും തോന്നുന്നുണ്ട്. അന്നൊന്നും ഈ രോഷം ഈ ബന്ധപ്പെട്ട ആളുകൾ കാണിച്ചില്ല എന്നുള്ളത്. ആ ബസ് സ്റ്റാൻഡിൽ ഇത്രയും പണം മുടക്കിയ ബസ് സ്റ്റാൻഡ് ഒരു കിണറിന്റെ പേരിൽ അതൊരു വീട് പോലും പണമെടുക്കാതെ കിണർ, അടിവരട്ട് പറഞ്ഞു, ഒരു വീട്ടിലേക്ക് പോലും പണമെടുക്കാതെ കിണർ. അല്ല, അതെ, ആ ബിൽഡിംഗ് ഓണറുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവരുടെ സംവിധാനം അവരുണ്ടാക്കണം. അയൽവച്ച സ്ഥലമാണത്, അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് ബസ് സ്റ്റാൻഡ് വഴിയിലെ കിണർ തന്നെ ആണോന്നല്ലോ. അല്ല, പൊതുകിണർ അല്ല, അവിടെ ഏത് നിലയ്ക്കാണ് പൊതുകിണർ ഉണ്ടായിരുന്നത്? എന്നാണ് അവിടെ പൊതുകിണർ ഉണ്ടായിരുന്നത്? 27 അജണ്ടകളും 5 സപ്ലിമെന്ററി അജണ്ടകളുമാണ് ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്തത്. CCN ചെർപ്പുളശ്ശേരി. വീട്ടിക്കാടൻ മലയൊന്നാകെ ഭൂമാഫിയയ്ക്ക് കൈയൊഴിയുന്ന സമീപനമാണ് CPM-ഉം ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാനും സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്. ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും KM ഇസ്ഹാഖ് പറഞ്ഞു. അപ്പോ അവിടെ വീട്ടിക്കാടൻ മല ഒന്നാകെ ഭൂമാഫിയക്ക് കൈയൊഴിയുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ പ്രബല കക്ഷി എന്ന് പറയുന്ന CPM, ഇവിടെ ചെർപ്പളശ്ശേരി നഗരസഭ ഭരിക്കുന്നു എന്ന് പറയുന്ന CPM, ചെർപ്പളശ്ശേരി നഗരസഭയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ചെയർമാൻ തന്റെ സ്വകാര്യ സംഭാഷണത്തിലോ ഗ്രൂപ്പ് സംഭാഷണത്തിലോ ഏതാണ് എന്ന് അദ്ദേഹമാണ് വ്യക്തമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം അതിനൊക്കെ ഒരു പത്രസമ്മേളനം നടത്തി വിശദീകരണമായി നടത്തിയ പത്രസമ്മേളനത്തിലും കൃത്യമായി പറഞ്ഞതൊക്കെ ഞാൻ തന്നെയാണെന്നും ഇതൊക്കെ ശരിയാണെന്നാണ് പറയുന്നത്. മൊബൈൽ ഫോണിൽ അറിയാതെ പോയതാണ് എന്നാണ് ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ ചെയർമാനും എനിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ പറ്റും. നമുക്കിപ്പോൾ ഈ ഐറ്റിയുടെ സാങ്കേതിക വിദ്യയൊന്നും അത്ര സ്മാർട്ട് ഫോണിൻ്റെ വശമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം, എനിക്കും സംഭവിക്കാം. പക്ഷെ അതിൽ പറഞ്ഞ കാര്യം സത്യമാണോ എന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. സത്യമാണ് എന്ന് ചെയർമാൻ വിശദീകരണ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ അത്തരം പ്രസ്താവന നമ്മുടെ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് ചേർന്നതല്ല. അതിൽ ചെയർമാനോടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ഉണ്ട്. അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരാനുണ്ടായ കാരണം. ചെയർമാൻ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി പണം സമ്പാദിക്കാം എന്നാണ് ചെയർമാൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതെന്നും ഇതിലാണ് UDF അഴിമതി ആരോപിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം സ്ഥാനം ദുരുപയോഗപ്പെടുത്തി പൈസ സമ്പാദിക്കാം എന്താ പറയുന്നത്? ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പാർട്ടി അവിടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്ന് ചെയർമാനാ പറയണത്, ഞങ്ങൾ പറഞ്ഞതല്ലോ. ലക്ഷങ്ങൾ വാങ്ങി അവര് പറയാണ്. അപ്പൊ ഇവിടെ ഒരു പൊതു അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ആവശ്യപ്പെടുന്നത് ഇത്തരം അഴിമതികള് ചെയർമാന്റെ ഭാഗത്ത് മാത്രമല്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഭാഗത്തുണ്ടായിരുന്നു. 6,35,000 രൂപയോളം വരുന്ന പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള പണം 2 വർഷമായി ഇതുവരെ ചെർപ്പളശ്ശേരി നഗരസഭയിൽ അടച്ചിട്ടില്ല. എന്നിട്ട് ചെയർമാൻ പറയാ നഗരസഭക്ക് നഷ്ടമൊന്നുമില്ലാന്ന്. എന്നാ പിന്നെ എന്തിനാ സർവീസ് ബാങ്ക് നഗരസഭക്ക് കത്തയച്ച്? നഗരസഭ എന്തിനാ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർക്ക് നോട്ടീസ് അയച്ച്? നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത കാര്യത്തിന് നമ്മൾ നോട്ടീസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ കത്തയക്കേണ്ട കാര്യമില്ല. അപ്പൊ ചെർപ്പളശ്ശേരി നഗരസഭയുടെ സാന്നിധ്യത്തിൽ കൂട്ട് നിന്നുകൊണ്ട് കൃഷി ഓഫീസിൽ നടത്തിയ 6 ലക്ഷത്തിൽ പല രൂപയുടെ അഴിമതി സാമ്പത്തിക തിരിമറിക്ക് ഉത്തരവാദി ആരാണ്? അപ്പൊ അതിന് ഉത്തരവാദികളായ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ പദവിക്ക് നിരക്കുന്നവരല്ല, യോഗ്യരല്ല. അവരാ പദവി മാറണം എന്ന് തന്നെയാണ് UDF ആവശ്യപ്പെടുന്നത്. കൗൺസിലർ മൊയ്തീൻ കുട്ടിക്കെതിരായ ആരോപണത്തിൽ പരാതിയുണ്ടെങ്കിൽ UDF പരിശോധിക്കുമെന്നും KM ഇസ്ഹാഖ് പറഞ്ഞു. അത് ചെയർമാനാണെങ്കിലും മൊയ്തീൻ കുട്ടിയാണെങ്കിലും ഇസ്ഹാഖ് ആണെങ്കിലും ഒക്കെ ഒരു നിയമം തന്നെ. പരാതിയുള്ളവർക്ക് പരാതിയായി പോവാം. നിയമത്തിന്റെ വഴി അത് ഇവര് പറയുന്ന ആക്ഷേപമല്ലെന്ന്. ഇതിനു മുന്നേ ആരോപണങ്ങൾ വന്നപ്പോൾ അത് UDF പരിശോധിക്കും.
UDF നേതാക്കന്മാർ പരിശോധിക്കും എന്താണ് ഇഷ്യൂ എന്ന്. എന്നിട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കും. അല്ല, അത് UDF നേതൃയോഗമല്ല ചർച്ച ചെയ്യുന്നത്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കമ്മിറ്റി കൂടിയില്ലല്ലോ. കമ്മിറ്റി കൂടിയാലല്ലേ ഇപ്പോൾ അവിടെ ചർച്ച ഉണ്ടാവും. കമ്മിറ്റി കൂടിയാലും ചർച്ച ഉണ്ടാവും. ചർച്ച ഉണ്ടായിട്ട് ഉചിതമായ തീരുമാനം ഉണ്ടാവും. താങ്കളുടെ സഹ കൗൺസിലറിനെതിരെയാണ് ഇത് വന്നിട്ടുള്ളത്. അതിനെന്താ കാര്യം? എന്റെ സഹ കൗൺസിലറാ ബാബുവിന്റെ സഹ കൗൺസിലറാ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ബാബു ഉത്തരവാദിയാവൂ. ബാബു ചെയ്യുന്നതിനെല്ലാം ഞാൻ പക്ഷേ അല്ല ഞാൻ പറയുന്നത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ പറയുന്നല്ലോ അക്യൂസ്ഡ് അല്ലേ? ആരോപണമാണല്ലോ. അത് തെളിയിക്കപ്പെട്ട് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ. എന്താ തർക്കം? CCN ചെർപ്പുളശ്ശേരി. ഭരണസമിതിയുടെ അവസാന നാളുകളിൽ ചെർപ്പുളശ്ശേരിയുടെ വികസനം ചർച്ച ചെയ്യുന്നതിൽ UDFനുണ്ടാകുന്ന വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് പിന്നിലെന്ന് ചെയർമാൻ P. രാമചന്ദ്രൻ. സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് പറഞ്ഞതെന്നും UDFന് അടുത്ത 5 വർഷവും സമരം ചെയ്യാമെന്നും ചെയർമാൻ പറഞ്ഞു. ഭരണസമിതിയുടെ അവസാന നാളുകളായപ്പോൾ ഈ ഭരണസമിതി ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ട് ചെറുപ്പശ്ശേരിയിലുണ്ടായിരുന്ന വികസനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയിലായി ഇപ്പൊ ഭരണം തിരിച്ചു പിടിക്കാമെന്ന വിശ്വാസത്തിൽ വന്നിരുന്ന UDFനിപ്പോൾ ആകെ വെപ്രാളമായിട്ടുണ്ട്. ആ വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന എനിക്ക് മാറിയിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. രാഷ്ട്രീയ മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ് UDF നടത്തുന്നത്. ജനങ്ങൾക്കെതിരായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഇപ്പൊ ചെയർമാനാണ് കരുവാരിത്തേച്ചാൽ അതിന് കിട്ടിയൊരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ, രാഷ്ട്രീയ മര്യാദ എന്താ? എനിക്കെന്നെ അധിക്ഷേപിച്ചൊരു വിഷമമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അധിക്ഷേപം ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ടേ വന്നത്. ഇതിനു മുമ്പും അധിക്ഷേപം കായികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഇവരായിട്ടൊക്കെ നല്ല ഏറ്റുമുട്ടി തന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നല്ല കാലത്ത്. ഇപ്പൊ പിന്നെ ഒക്കെ പക്ഷെ അധിക്ഷേപിച്ചോട്ടെ, അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കാന്ന് എനിക്കറിയാം. അപമാനിക്കട്ടെ. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയാൻ പറയും, എൻ്റെ അടുത്ത് അത്തരത്തിൽ യാതൊരു അബദ്ധവും ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും അഴിമതി ഞാൻ നടത്തിയവർക്ക് പറയാൻ കഴിഞ്ഞ പ്രകാരം ഇപ്പോഴും പറയട്ടെ, ഒരു എന്ത് അഴിമതി നടത്തിയ സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് പറഞ്ഞതെന്നും UDFന് അടുത്ത 5 വർഷവും സമരം ചെയ്യാമെന്നും ചെയർമാൻ പറഞ്ഞു. ഞാൻ ഫണ്ട് കളക്ഷനായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ശരിയാണ്. ഞാനത് പറഞ്ഞേ, ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ സംസാരിച്ചതാണ് പുറത്തു വന്നത്. അതായത് കൈക്കൂലി വാങ്ങുന്നതല്ലോ. നിങ്ങൾ കേട്ടില്ലേ? കൈക്കൂലി വാങ്ങേണ്ട കാര്യമാണ് സംസാരിച്ച്. നമുക്ക് ഫണ്ട് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചതാണ്. അവരെല്ലാ കാര്യങ്ങളും നേടുന്നു, അവർ പ്രവർത്തിക്കുന്നു. നമ്മൾ മാത്രം വാങ്ങാതിരിക്കുന്നത്. ഇവരൊക്കെ വാങ്ങുന്നുണ്ടാവുക ഞാൻ പറഞ്ഞേ. ഇവരൊക്കെ തന്നെ നല്ലവണ്ണം പൈസ ലക്ഷങ്ങൾ വാങ്ങുന്നു. ഈ ആദർശ തീയറിലൊക്കെ ഇവരെ പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ വാങ്ങി ചെലവഴിക്കുന്നു. നമ്മളെ പാർട്ടി മാത്രം വാങ്ങാതിരിക്കുന്നത് എന്തിനാ ചോദിച്ചു? ശരിയാ, അത് തെറ്റാൻ തെറ്റ് തന്നെയാണ്. അത് പുറത്തു വരേണ്ട കാര്യമൊന്നുമില്ല. അത് അല്ലാതെ എന്ത് അഴിമതിയാണ് നടത്തിയിട്ട് അവർ സമരം ചെയ്തോട്ടെ. അവർ ഇലക്ഷൻ കഴിയോളം സമരം ചെയ്യും, ഇലക്ഷൻ കഴിഞ്ഞാലും സമരം ചെയ്യും, അടുത്ത 5 കൊല്ലവും സമരം ചെയ്യും, ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. സുപ്രധാനമായ കൗൺസിലിൽ ആദ്യം അജണ്ട വെക്കിച്ച് അജണ്ട തുടങ്ങുമ്പോൾ ഇറങ്ങിപ്പോണതിന്റെ കാര്യം എന്താ? CCN ചെർപ്പുളശ്ശേരി. പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ISO അംഗീകാരം. ISO അംഗീകാര പ്രഖ്യാപനം കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾ അവർ നയിക്കുന്ന, അവർ നേതൃത്വം നൽകുന്ന നിരവധി സംരംഭങ്ങളായിരിക്കും അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കി പോകണം. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും, പെരിന്തൽമണ്ണയിൽ നിങ്ങളുടെ ഒരു യൂണിറ്റിൽ കിട്ടുന്ന സഞ്ജീവനി പോലുള്ള ആ ഒരു പ്രൊഡക്റ്റ്, അതിനനുബന്ധമായുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ. കുത്തക കമ്പനികൾ, ഇപ്പോൾ ഗോദ്രേജ് ആയാലും ഹിന്ദുസ്ഥാൻ ലിവർ ആയാലും ITC ആയാലും അത്തരത്തിലുള്ള കമ്പനികൾ, ഇപ്പോൾ ഈസ്റ്റേൺ പോലുള്ള അതൊരു വിദേശ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്തരം കമ്പനികൾ ഇറക്കുന്ന അതിലും ക്വാളിറ്റിയുള്ള വിശ്വസ്തമായ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണ്, നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണ്.
ഗ്രാമ CDSകളും 2 നഗര CDSകളും ഉൾപ്പെടെ 59 CDSകളാണ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ ISO നിലവാരത്തിലേക്ക് ഉയർന്നത്. അംഗീകാരത്തിന് അർഹരായ CDSകൾക്ക് മന്ത്രി ISO സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം, സർക്കാർ അംഗീകൃത ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം, CDSകൾ മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ്, ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളോട് കൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് CDSകൾ ISO അംഗീകാരം നേടിയത്. കോട്ടയ്ക്കൽ PM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായുള്ള ഓക്സലോ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയുമായുള്ള ആത്മബന്ധത്തിന്റെ കഥയുമായി സുഡാൻ പട്ടാള ഓഫീസറും കുടുംബവും. 2 മാസത്തോളം തുടർന്ന ചികിത്സയുടെ ഫലമായി കൈകാലുകൾക്ക് സ്വാധീനം തിരിച്ചു പിടിക്കുവാനും ഒരു പരിധിവരെ പക്ഷാഘാതജന്യ വൈകല്യങ്ങളിൽ നിന്ന് വിമുക്തനാവാനും കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. 2007 ദുബായ് പട്ടാളത്തിൽ സൈനിക സുരക്ഷാ പട്ടാള ജീവനക്കാരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുഹമ്മദ് ഖനീബ് സുഡാനിൽ നിന്നും ദുബായിൽ എത്തുന്നത്. ദുബായിൽ പരിശീലകനായി ജോലി ചെയ്യവെയാണ് അമിതമായ രക്തസമ്മർദ്ദം മൂലം സ്ട്രോക്ക് ബാധിച്ച് ഇടതുവശം തളർന്ന് ശയ്യാവലംബനായി തീർന്നത്. കൂടെ ജോലി ചെയ്യുന്നവരുടെ നിർദ്ദേശാനുസരണമാണ് പക്ഷാഘാത ജന്യവൈകല്യ നിവാരണത്തിനായി പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെത്തിയത്. ഡോക്ടർ കൃഷ്ണദാസും ഡോക്ടർ ഷീപ കൃഷ്ണദാസിന്റെയും മേൽനോട്ടത്തിൽ നൽകിയ ആയുർവേദ ചികിത്സ മുഹമ്മദ് ഖനീബിന് പുതുജീവൻ നൽകി. 2 മാസത്തോളം തുടർന്ന ചികിത്സയുടെ ഫലമായി കൈകാലുകൾക്ക് സ്വാധീനം തിരിച്ചു പിടിക്കാനും ഒരു പരിധിവരെ പക്ഷാഘാത ജന്യവൈകല്യങ്ങളിൽ നിന്ന് വിമുക്തനാവാനും കഴിഞ്ഞു. സുഡാൻ my country, Kerala my country, Perinthalmanna my country, and doctor family is my family, and Amirtam is my husband. Amirtam husband. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സകന്റെ സന്തോഷം നമ്മുടെ സമ്പാദ്യങ്ങളൊന്നുമല്ല. ഇതാണ് ഞങ്ങളുടെ സമ്പാദ്യം. വിദേശത്തുനിന്ന് പോലും ഈ സ്നേഹം ഞങ്ങളെ തേടി എത്തുകയാണ്. ഇത് നിഷേധിക്കാൻ പറ്റാത്ത, ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. ഇദ്ദേഹമൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവരുടെ മക്കളൊക്കെ ഇപ്പോഴും ഞങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ജോലിയിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതം നയിച്ചു വരവെയാണ് 2024 കുളിമുറിയിൽ വഴുതി വീണ് ഇടതുകാലിലെ തുടയെല്ല് പൊട്ടിയത്. ദുബായ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്തെങ്കിലും നടക്കാനായില്ല. 2025 സെപ്റ്റംബറിൽ പെരിന്തൽമണ്ണയിലെത്തി. വിദഗ്ധ പരിശോധന നടത്തിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടും പൊട്ടിയ തുടയെല്ല് ശരിയാവണ്ണം ചേർന്നു വരുന്നേയുള്ളൂ എന്ന കണ്ടെത്തലിൽ അല്പം നിരാശയിലാണ്ടു. തുടർന്ന് ആയുർവേദ ചികിത്സ തന്നെ പ്രതിവിധി എന്ന തീരുമാനത്തിൽ പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ P കൃഷ്ണദാസിന്റെയും ഡോക്ടർ ഷീപ കൃഷ്ണദാസിന്റെയും മേൽനോട്ടത്തിൽ നടത്തിയ ചികിത്സകൾ ഫലപ്രാപ്തിയിലെത്തി. 1 വർഷത്തിലേറെ കിടക്കയിലും സ്വന്തം മുറിയിലുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ഖനീബ് മുഹമ്മദിന് സ്വാതന്ത്ര്യത്തിന്റെ വലിയ ലോകമാണ് തുറന്നു കിട്ടിയത്. ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ 2025 അദ്ദേഹത്തിന്റെ ഈ ലെഫ്റ്റ് ലെഗ്, ഇപ്പോൾ പട്ടാളത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു, ലെഫ്റ്റ് ലെഗിന് ഒരു ഫ്രാക്ചർ വന്ന് അവിടെ സർജറി ചെയ്ത്, ദുബായിൽ നിന്ന് സർജറി ചെയ്ത് 1 വർഷമായിട്ട് ഓൾമോസ്റ്റ് അധികം ബെഡ് റിഡൺ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിലെ നമ്മുടെ എല്ലുരോഗ വിദഗ്ധന്മാർക്ക് ധാരാളമുള്ള പ്രശസ്തമായ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തി. അപ്പോൾ തൽക്കാലം ഇനി അവിടെ ഒരു സർജറി ആവശ്യമില്ല, നമ്മളൊന്ന് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശിക്കാനുണ്ടായത്. അപ്പോൾ അദ്ദേഹം ബെഡ് റിഡൺ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെയും പേരിൽ അദ്ദേഹം അമൃതത്തിൽ ചികിത്സ തേടിയെത്തി. ഇന്ന് അദ്ദേഹം ഇപ്പോൾ വാക്കറിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാക്കർ ഉപയോഗിച്ച് നടക്കുന്ന ഖനീബ് മുഹമ്മദും ഭാര്യയും ഏറെ സന്തോഷത്തോടെ കേരളത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം നേടി ഗൗരി നന്ദന. മികച്ച പ്രകടനമാണ് ഗൗരി നന്ദന കാഴ്ചവെച്ചത്.
പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യ മത്സരത്തിലാണ് ഗൗരി നന്ദന 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പതിനാറോളം മത്സരാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ വേദി ആനന്ദ കണ്ണീരിന് സാക്ഷ്യം വഹിച്ചു. ഫസ്റ്റ് പ്രൈസ് കോഡ് നമ്പർ 416. താങ്ക് യു. നിലമ്പൂർ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദന. 8 വർഷമായി ക്ലാസിക്കൽ ഡാൻസ് പരിശീലിക്കുന്നുണ്ടെന്നും 1ാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗൗരി നന്ദന പറഞ്ഞു. നൃത്താധ്യാപകൻ RLV സജിത്തിന്റെ ശിക്ഷണത്തിലാണ് ഗൗരി നന്ദന ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിക്കുന്നത്. മത്സരിക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷിച്ചത്ര ഒരു റിസൾട്ട് കിട്ടാറില്ല. നന്നായി കളിക്കുന്ന കുട്ടിയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല. ഈ വർഷം ഭയങ്കര സന്തോഷം, എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. മത്സരങ്ങളിലെല്ലാം ഗൗരി നന്ദന മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ സ്കൂളിലെ അധ്യാപകരും അതിയായ സന്തോഷത്തിലാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതാണ്, കാരണം ഞങ്ങളുടെ സ്കൂളിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസറാണ്. തീർച്ചയായിട്ടും ഇത് കളിക്കുന്ന എല്ലാ ഐറ്റംസിനും സമ്മാനം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇതിലൊത്തിരി സന്തോഷം, പ്രതീക്ഷിച്ചതാണ് ഗൗരിക്ക് കിട്ടുന്നത്. നിലമ്പൂർ സ്വദേശികളായ രഞ്ജിത്ത് രമ്യ ദമ്പതികളുടെ മകളാണ് ഗൗരി നന്ദന. മകളുടെ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളും പറയുന്നു. വളരെ സന്തോഷമുണ്ട്, കാരണം 4ാമത്തെ തവണയാണ് ഞങ്ങൾ വരുന്നത് സ്റ്റേജിൽ. 3 തവണയും 4ാം സ്ഥാനം 5ാം സ്ഥാനമായിട്ട് പോയി. ഈ വർഷം നമ്മൾ വിചാരിച്ച പോലെ കളിച്ചില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ എന്നിരുന്നാലും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത്തവണ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് തന്നെ നന്നായിട്ട് കളിച്ചിരുന്നു. ഇത്തവണ 1ാം സ്ഥാനം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും അത് കിട്ടിയത് വളരെ സന്തോഷം. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ ചെന്നൈയിൽ സ്വരാത്മിക പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. വെണ്ണില വയലിനിലും സനോജ് പൂങ്ങാട് മൃദംഗത്തിലും രോഹിത് പ്രസാദ് ഘടത്തിലും പക്കമേളമൊരുക്കി. പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി സംഗീതോത്സവത്തിൽ സൗമ്യവും വ്യക്തവുമായ സംഗീതധാര പൊഴിച്ച് സ്വരാത്മിക ചെന്നൈയുടെ സംഗീത കച്ചേരി ആസ്വാദകരിൽ നവ്യാനുഭവം പടർത്തി. ആബോജി രാഗത്തിൽ തുടങ്ങി രഞ്ജിനി രാഗത്തിലുള്ള കാമാക്ഷി സ്തുതിയിലാണ് സ്വരാത്മിക കച്ചേരി തുടങ്ങിവെച്ചത്. രസികപ്രിയ, വിജയനാഗരി, വിജയാംബികയെ തുടങ്ങിയ കൃതികൾ ലാളിത്യത്തോടെയും സൗമ്യ ആലാപനത്തോടെയും പ്രേക്ഷകർക്ക് പകർന്നപ്പോൾ കാണികളിൽ സംഗീതത്തിന്റെ പൂമഴ തന്നെ പെയ്യിച്ചു.
വെണ്ണില ചെന്നൈ വയലിനിലും പൂങ്ങാട് സനോജ് മൃദംഗത്തിലും രോഹിത് പ്രസാദ് ഗഡത്തിലും കച്ചേരിയെ അനുഗമിച്ചു. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയായിട്ടും ധാരാളം ആസ്വാദകർ ക്ഷേത്രത്തിൽ കച്ചേരി കേൾക്കാനായി എത്തിയിരുന്നു. CCN ചെർപ്പുളശ്ശേരി. വെള്ളിനേഴി ചെങ്ങണക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. 4-ാം ദിവസം കിള്ളിക്കുരിശ് മംഗലം പ്രദീപ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. തുടർന്ന് ആദിതാളം ഭജൻസ് അവതരിപ്പിച്ച ഭക്തിഗാനമേളയും ഉണ്ടായി. 6-ാം ദിവസം കൈവല്യ അടയ്ക്കാപുത്തൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായി. ലക്ഷ്മി നാട്യഗൃഹം പ്രഹ്ലാദ് അവതരിപ്പിച്ച നൃത്തസന്ധ്യയും നടന്നു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ കലാപഠന കേന്ദ്രം ഒരുങ്ങുന്നു. ആലിപ്പറമ്പ് സഹോദരന്മാർ സ്മാരക വാദ്യ കലാക്ഷേത്രം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചെണ്ട, ഇടയ്ക്ക, മദ്ദളം, സോപാന സംഗീതം തുടങ്ങിയ കലകൾ പ്രഗത്ഭരായവരുടെ ശിക്ഷണത്തിൽ ഇവിടെ പരിശീലിപ്പിക്കും. ആലിപ്പറമ്പ് സഹോദരന്മാരുടെ സ്മരണാർത്ഥം വാദ്യ കലാക്ഷേത്രം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഈ വരുന്ന 28-ാം തീയതി മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് OK വാസുമാഷ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില തുടങ്ങിയ ക്ഷേത്രവാദ്യങ്ങളും സോപാന സംഗീതവും ദേവസ്വം കെട്ടിടത്തിൽ നടത്തുന്ന കളരിയിൽ അഭ്യസിപ്പിക്കും. ജില്ലയിൽ ആദ്യമായാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വാദ്യകലാക്ഷേത്രം തുടങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9:30 തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തിരി തെളിയിക്കുന്നതോടെ ഞെരളത്ത് രാമദാസിന്റെയും അമ്പലപ്പുഴ വിജയകുമാറിന്റെയും സോപാന സംഗീതം തുടങ്ങും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു വാദ്യകലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 4-ാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പദ്ധതിരേഖ പ്രകാശനവുമുണ്ടാവും. മലബാർ ദേവസ്വം ബോർഡ് അതിന് മുൻപന്തിയിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് വലിയൊരു അംഗീകാരവും മനസ്സിന് സന്തോഷവും. ഇതിന് കലാരംഗത്ത് നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഊർജം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാപനം എന്നും നിലനിൽക്കണമെന്നും അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രകലകളുടെ അച്ചടക്കം എന്ന വിഷയം അതിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് ആർക്കും പഠിക്കാം. പക്ഷെ ക്ഷേത്രകല ആർക്കാണ് താല്പര്യം അവരെ പഠിപ്പിക്കും. അവരെ മുൻനിർത്തിക്കൊണ്ട് പഠനം തുടരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മദ്ദളത്തിന് നമ്മുടെ ചെർപ്പുളശ്ശേരിയിലത്തെ അല്ലെങ്കിൽ ലോകത്തെ മദ്ദളവാദ്യ കുലപതി പറഞ്ഞ ചെർപ്പുളശ്ശേരി ശിവാശ അദ്ദേഹമാണ് മദ്ദളത്തിന് പഠനത്തിന്റെ HOD-ആയിട്ട് വെച്ചിട്ടുണ്ട്. ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി K ദിനേശൻ, പാരമ്പര്യ ട്രസ്റ്റിമാരായ I ദേവിദാസൻ, വീണാകുന്നത്ത് രാധാകൃഷ്ണൻ, വാദ്യകലാകാരൻ പനമണ്ണ ശശി, ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ സുരേഷ്, EM വാസുദേവൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് മലപ്പുറം ജില്ലാ വാർഷിക ജനറൽ ബോഡി സമ്മേളനവും കുടുംബസംഗമവും 28-ന് രാവിലെ 9-ന് മഞ്ചേരി അഭയവരഹസ്ത ഹാളിൽ സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ വിരമിച്ച സൈനികര് സൈന്യത്തിൽ ഇരിക്കുന്ന സമയത്ത് രാജ്യത്തെ സംരക്ഷിച്ചതുപോലെ തന്നെ വിരമിച്ചതിന് ശേഷം ഞങ്ങളുടെ ആ അനുഭവ സമ്പത്തിന് ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഉപകാരപ്രദമാകും എന്നുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് 1995
ഈ സംഘടനയ്ക്ക് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് രൂപം കൊടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ കോലോത്തൊടി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സമിതി അംഗം മുരളീധർ ഗോപാൽ മുഖ്യപ്രഭാഷണവും ജില്ലാ ട്രഷറർ ജയകൃഷ്ണൻ KV വാർഷിക റിപ്പോർട്ടും അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് രക്ഷാധികാരി KP സുകുമാരൻ, ജില്ലാ അധ്യക്ഷൻ ചന്ദ്രൻ കോലോത്തൊടി, ജില്ലാ ട്രഷറർ ജയകൃഷ്ണൻ KV, വൈസ് പ്രസിഡന്റ് ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് 15 നൂറ്റാണ്ട് തികയുന്ന സന്ദർഭത്തിൽ SOS സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടിക്ക് ഞായറാഴ്ച മലപ്പുറം ജില്ലയിൽ തുടക്കമാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി സോൺ തലങ്ങളിൽ നടത്തുന്ന പരിപാടിയാണ് സ്നേഹലോകം. 12 സോണുകളിൽ 1/4 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് സമാപിക്കും. ജീവിതം, ദർശനം, സമീപനം, രാഷ്ട്രീയം തുടങ്ങി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യും. മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം, തിരുനബിയുടെ കർമ്മഭൂമിക, സ്നേഹത്തിന്റെ മധുരം, ഉസ്തൂൻ ഹസന, പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്നീ സെഷനുകളിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തെരഞ്ഞെടുക്കപ്പെട്ട സ്വീസുകാരെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ വിവിധ മത വിഭാഗത്തിലെ ആളുകൾ കൂടി ഇതിലെ പ്രതിനിധികളാണ്. അവർക്ക് കൂടി പ്രവാചകരെ അറിയുവാനും പ്രവാചകരുടെ ദർശനം, ജീവിതം, കാഴ്ചപ്പാട്, സമീപനങ്ങൾ എന്നിവ വ്യത്യസ്ത ശീർഷകങ്ങളിലൂടെ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നാളെ ഇതിന് സമാരംഭമാകുന്നു. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ തന്നെ അരീക്കോട് സോണിൽ കാവനൂർ 12 എന്ന് പറയുന്ന ദേശത്ത് അരീക്കോട് സോണിന്റെ പരിപാടി 10 മണിക്ക് ആരംഭം കുറിച്ച് വൈകിട്ട് 6:30 സമാപിക്കുകയാണ്. അതിലെ വിവിധ ഇടങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ സമുന്നതരായ നേതാക്കൾ അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ട്. അരീക്കോട് കാവനൂരിൽ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ C. മുഹമ്മദ് ഫൈസി നിർവഹിക്കും. സ്നേഹലോകത്തിന്റെ അനുബന്ധമായി പുസ്തകമേള, വിദ്യാഭ്യാസ പ്രദർശനം, കലാജാഥ, സ്നേഹസഞ്ചാരം, എക്സിബിഷൻ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ടെന്ന് SYS ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ അഹ്സനി, K. സൈനുദ്ദീൻ സഖാഫി, M. ദുൽഫുക്കാർ അലി സഖാഫി, PT നജീബ് കല്ലറട്ടിക്കൽ, P. സിറാജുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ കോറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തെന്ന് പ്രതിപക്ഷം. ചെയർമാന്റെ ഓഡിയോ വിവാദത്തിൽ ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDF കൗൺസിലർക്കെതിരെ പ്ലക്കാർഡുമായി ഭരണപക്ഷാംഗങ്ങളും രംഗത്തെത്തി. വീട്ടിക്കാടൻ മല ഒന്നാകെ ഭൂമാഫിയയ്ക്ക് കൈയൊഴിയുന്ന സമീപനമാണ് CPM-ഉം ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാനും സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്. ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും KM ഇസ്ഹാഖ് പറഞ്ഞു. പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ISO അംഗീകാരം. ISO അംഗീകാര പ്രഖ്യാപനം കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.